5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വീണ്ടും ഗവർണർ വീണ്ടും വിവാദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഗവർണർ പറയുന്ന ഓരോ വാക്കുകളും വിവാദം. കേരളത്തിലാണ് ഇത് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ണിൽ വന്നിട്ടാണ് RSSകാരനായ സംഘപ്രവർത്തകനായ അല്ലെങ്കിൽ BJPയുടെ നോമിനിയായിട്ടുള്ള ഗവർണർ വർത്തമാനം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു വിവാദമുണ്ടാകും. അവരുടെ ഗുരുമൂർത്തിയെ വിളിച്ചത് വിവാദമായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോ വെച്ചതിൻ്റെ ഭാരതാംബയെ വെച്ചത് വിവാദമായിരുന്നു. അദ്ദേഹം മറ്റ് കോട്ടയം സർവകലാശാലയിൽ പോയിട്ട്, കോട്ടയമാണോ കാലിക്കട്ടാണോ കേരള യൂണിവേഴ്സിറ്റി അല്ല, മറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഈ ബാനർ വെളിയിൽ കണ്ടിട്ട്, SFIയുടെ ബാനർ കണ്ടിട്ട് അദ്ദേഹം ബഹളം ഉണ്ടാക്കി, പോലീസിനോട് അത് മാറ്റണമെന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പാളയത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കൊടി കെട്ടാൻ, ബാനർ കെട്ടാൻ SFI ശ്രമിച്ചു. അത് പോലീസ് ശക്തമായി എതിർത്ത് ബാനർ കെട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ SFIക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് സെനറ്റ് യോഗത്തിലേക്ക് പോയിട്ടുള്ള നമ്മുടെ ആർലേക്കർ ഗവർണർ പറഞ്ഞു, കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ക്യാമ്പസുകളിൽ. ഇനിയിപ്പോൾ നാളെ മുതൽ അതിൻ്റെ ബഹളങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയം വേണോ വേണ്ടേ എന്നുള്ളൊരു ചർച്ച വളരെ ഗൗരവമായി കേരളത്തിൽ കുറേ കാലമായി നടക്കുന്നതാണ്. മാനേജ്മെൻറ്റ് കോളേജുകളും സെൽഫ് ഫിനാൻസ് കോളേജുകളിലും വേണ്ടത്ര ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ല. എന്നാൽ മറ്റ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകാധിപത്യപരമായ ക്യാമ്പസ് രാഷ്ട്രീയമാണ് പലപ്പോഴും ഉള്ളത്. ഞാൻ ജനാധിപത്യപരമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് നമുക്ക് അനുകൂലിക്കാം, പക്ഷേ ഏകാധിപത്യപരമായ ക്യാമ്പസ് രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ഏത് കോളേജ് എടുത്ത് നോക്കൂ. ABVPക്ക് മുൻതൂക്കമുള്ള കോളേജുകളിൽ മറ്റൊരു സംഘടനയുടെ കൊടിയോ ബാനറോ പോസ്റ്ററോ ഒന്നും വെക്കാൻ കഴിയത്തില്ല. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി യൂണിയനുകൾക്ക് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒരു കോളേജിലും അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കമുള്ള കോളേജിൽ മറ്റു ആരെയും കയറ്റുകയില്ല. SFIക്ക് മുൻതൂക്കമുള്ള കോളേജുകളിൽ, അത് തിരുവനന്തപുരത്തായാലും ശരി, കണ്ണൂരായാലും എവിടെയായാലും SFIക്ക് മുൻതൂക്കമുള്ള കോളേജുകളിൽ മറ്റൊരാളെയും അവർ കയറ്റത്തില്ല. KSന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ KS കയറ്റത്തില്ല. അങ്ങനെ പരസ്പരം ജനാധിപത്യമില്ലാത്ത ഏകാധിപത്യപരമായ ഒരു രാഷ്ട്രീയമാണ് ക്യാമ്പസ് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത്. അതിനോട് നമുക്ക് താല്പര്യമില്ല. സർഗാത്മകമായ ജനാധിപത്യപരമായ സംവാദങ്ങൾ നടക്കട്ടെ, താല്പര്യമുള്ള എല്ലാ പാർട്ടികളും അവിടെ പ്രവർത്തിക്കട്ടെ, എല്ലാ വിദ്യാർത്ഥി യൂണിയനുകളും പ്രവർത്തിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ JNU ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്റ്റലന്മാരാണ് JNU. പക്ഷേ അവിടെ സ്വതന്ത്ര യൂണിയനുണ്ട്, ABVP ഉണ്ട്, NSU ഉണ്ട്, KSU ഉണ്ട്, NSU ഉണ്ട്, SFI ഉണ്ട്, എല്ലാ ABVP ഉണ്ട്, ASF ഉണ്ട്, എല്ലാ പാർട്ടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ രാജ്യത്തിലടത്തും അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ ജനാധിപത്യപരമായ ഒരു കാര്യം നടക്കട്ടെ, അവിടെ സർഗാത്മകമായ കാര്യങ്ങൾ നടക്കട്ടെ. SFI വിദ്യാർത്ഥിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുക. അല്ലാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഗവർണറുടെ വിഷയമൊക്കെ പറയാൻ സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുടെ വിഷയങ്ങൾ പറയട്ടെ. അതേസമയം യൂണിവേഴ്സിറ്റി ഫീസ് കൂട്ടുന്ന കാര്യങ്ങൾ, പരീക്ഷ സമയത്ത് നടത്താത്ത കാര്യങ്ങൾ, കോഴ്സ് ഇല്ലാത്ത കാര്യങ്ങൾ, അധ്യാപകരുടെ ക്ഷാമം, കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ധാരാളം കാര്യങ്ങൾ SFIക്കും വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ പറയാനുണ്ട്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ ഇവിടുത്തെ പൊതുരാഷ്ട്രീയക്കാർ പറയട്ടെ, അതാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷേ അതേസമയം SFIക്ക് അഭിപ്രായം പറഞ്ഞുകൂടാന്നൊന്നുമില്ല. SFIക്ക് തീർച്ചയായും അഭിപ്രായം പറയാം. പക്ഷേ അതിനപ്പുറം ഇതൊരു വ്യക്തിവൈരാഗ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ മൂർപ്പിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇത് ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. NAACൻ്റെ അക്രഡിഷൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ഇടതുപക്ഷക്കാരായിട്ടുള്ള 2 പ്രൊഫസർമാർ വന്നിരുന്നു. 2 പേർ വന്നിരുന്നു. അവർ ഒരു കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ ആ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ കൊടിയും തോരണവും ബാനറും എല്ലാം കൂടെ വച്ചിരിക്കുകയാണ്. മലയാളത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അകത്ത് പോയി അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇത്രയും ഫ്രണ്ടിൽ ഇത്രയും കൊടി തോരണം, വല്ല സമരം? അപ്പോൾ പറഞ്ഞല്ല, ഇത് ഒരു പാർട്ടിയുടെ, ഞാൻ ഏത് സംഘടനയെന്നോ ഏത് പാർട്ടിയെന്നോ ഒന്നും പറയുന്നില്ല, പാർട്ടിയുടെ കൊടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിന്ന് ആ കോളേജ് പ്രിൻസിപ്പാളെ കയ്യിൽ നിന്ന് നമ്പർ എടുത്തിട്ട് രജിസ്ട്രാറെ വിളിക്കുന്നുണ്ട്. ഇത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്. രജിസ്ട്രാറെ വിളിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കോളേജ് ക്യാമ്പസുകൾ സംബന്ധിക്കുന്നത്? ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുമൊക്കെ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരും സർവീസ് സംഘടനക്കാരുമാണ്. പക്ഷേ എന്താണ് ഇത് ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ, ഞങ്ങൾ വന്ന ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഇത്രമാത്രം കൊടിയും തോരണവും ഒക്കെ? ഇതൊരു ഒരു വിദ്യാലയമല്ലേ, അവിടെ പഠിപ്പിക്കലല്ലേ, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണത്തില്ല, ഇതെന്താണ് അങ്ങനെ ഫ്രണ്ടിൽ? അപ്പോൾ വളരെ നിസ്സഹായനായിട്ട് രജിസ്ട്രാർ പറഞ്ഞു, എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഇത് കേരളമാണ്, അതുകൊണ്ട് ഞങ്ങൾ വേറിട്ട ആളുകളാണ്, ഇവിടെ ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മാറ്റണമെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ മാറ്റില്ല എന്ന് മാത്രമല്ല, ഏത് വിദ്യാർത്ഥി സംഘടന വെച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ പിന്തുണ കൂടി അവർക്കുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അത് മാറ്റാൻ കഴിയില്ല. എൻ്റെ ജോലി പോകുകയും എനിക്ക് തല്ലുവരെ ചിലപ്പോൾ ഭീഷണി വരെ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല സാർ, ഗവൺമെൻറ്റിനോട് പറയണം എന്ന് പറഞ്ഞ പ്രൊഫസർമാർ അത് മതിയാക്കി വെച്ചിട്ട് പോയി. ഞാൻ ഈ പറഞ്ഞത് ക്യാമ്പസുകൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും ക്യാമ്പസുകളിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും മദ്യമൊന്നും ഇല്ലാതിരിക്കുന്നതിലും ക്യാമ്പസിലെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി വരുന്നതിനും പോകുന്നതിനുമൊക്കെ ഉള്ള നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക. അതുപോലെ ക്യാമ്പസിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം പോലുള്ള കാലം, അല്ല ചൂട്, വരൾച്ച, പ്രളയം, വലിയൊരു പരിസ്ഥിതി പ്രശ്നമുള്ള കാലമാണ്, മാലിന്യ പ്രശ്നം,
ഇതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഹരിത ക്യാമ്പസുകളാക്കി ക്യാമ്പസുകളെ കൂടുതൽ സർഗാത്മകമാക്കുന്നതിലും അതുപോലെ തന്നെ വലിയ സാഹിത്യ ചർച്ചകൾ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ക്യാമ്പസുകളിൽ നന്നായി സാഹിത്യ ചർച്ചകൾ നടന്നിട്ടുണ്ട്. സാഹിത്യ ചർച്ചകൾ നടത്തുവാനുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥി സംഘടനകളാണ്. അവർ ഇതൊക്കെ നല്ല മാഗസിനുകൾ കൊണ്ടുവരിക, നല്ല കലാ പരിപാടികൾ നടത്തുക, കുട്ടികൾ ആർട്സ് ഫെസ്റ്റിവൽ നടത്തുക, സേവന പ്രവർത്തനങ്ങൾ നടത്തുക. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സർഗാത്മകതയും അവരുടെ രാഷ്ട്രീയമൊക്കെ വളർത്തുന്നതിനുള്ള വളരെ മനോഹരമായ കാര്യങ്ങൾ നടക്കട്ടെ. കോളേജ് രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇന്നത്തെ കോളേജിലെ വിദ്യാർത്ഥികളാണ് നാളെ രാജ്യം ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരും ഓരോ തലങ്ങളിലേക്ക് പോകേണ്ടത്. അത് സാമൂഹ്യ ജീവിതം വേണം. പക്ഷേ അത് കേവല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഗുണ്ടായുസവും തല്ലും ബഹളവും ഏകാധിപത്യവുമാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും എന്തായാലും ഗവർണർ പറഞ്ഞതിൻ്റെ മെരിറ്റിലേക്ക് നമുക്ക് വരാം, അല്ലാത്ത കാര്യങ്ങൾ കളയാം. ക്യാമ്പസിൻ്റെ രാഷ്ട്രീയം അതിപ്രസരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, അത് ഏകാധിപത്യ പ്രവണതകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് ഒരുപാട് ആളുകളും ശക്തമായ പ്രതിപക്ഷവും ഒക്കെ ഉള്ളതാണ്. അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും മാറി ചിന്തിക്കാം.